വേണ്ടിയിട്ട് ജീവിക്കാനാണ്, കാഴ്ചയിലും പബ്ലിക്കിന് കാണാനുള്ള തരത്തിലാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കണോ, നമ്മൾ അതിൽ നിന്നുള്ള റിസൾട്ടാണ് നമ്മൾ നോക്കുന്നത്. അതുപോലെ ഈ നദീതീരങ്ങൾ, പിന്നെ ജലാശയങ്ങളുമായിട്ട് മുഖാമുഖം വരുന്ന വീടുകൾ, അത് ഇപ്പൊ ഒരു ട്രെൻഡാണ്. കാരണം പല ഫ്ലാറ്റുകളൊക്കെ അവർ പറയുന്നത് തന്നെ ഫ്രണ്ടിൽ ഇങ്ങനെ ജലസാന്നിധ്യം. അപ്പൊ അങ്ങനെ ഈ നദീതീരങ്ങളിൽ വെക്കുന്ന വീടിന്റെ വാസ്തു, അതിന്റെ എനർജി എങ്ങനെയാണ്? വെരി ഗുഡ്, വെരി ഗുഡ്, നല്ല ചോദ്യമാണിത്. അതുമല്ല, സമൃദ്ധി ക്രിയേറ്റ് ചെയ്യാനുള്ള ഏറ്റവും വലിയതാണ്. നമ ശിവായ. ഫെങ്ഷുയി മീൻസ് വാട്ടർ. അതായത് ധനം എന്ന് പറയുന്നത് ജലമാണ്. അപ്പോൾ നമ്മളെ കേരളത്തിലുള്ള ഒരു വലിയ പൈസക്കാരനാണ് ഗുരുവായൂരപ്പൻ. എന്തുകൊണ്ടാണ് മൂപ്പര് പൈസക്കാരനായേ? അതിന്റെ വടക്ക് ഭാഗത്ത് എന്താ ഈ പറഞ്ഞ മാതിരി വലിയൊരു കുളമാണ്. അതുമാതിരി തന്നെ അതിലും പൈസക്കാരനാണ് നമ്മളെ തിരുവനന്തപുരത്ത് സ്വസ്ഥായിട്ട് കിടക്കുന്ന ആള്. അവിടെ വടക്ക് കിഴക്ക് എന്താണ്? ജലമാണ്. അപ്പൊ ഈ ജലം സമൃദ്ധി ഉണ്ടാക്കാൻ സഹായിക്കും. പക്ഷെ സൂക്ഷിച്ചോളണം, നേരെ ഓപ്പോസിറ്റ് വന്നാൽ നേരെ ഓപ്പോസിറ്റ് ഇടിക്കും. അത് എന്താണ് ഉള്ളതും കൂടിയാവും. ഇന്ന് ഈ അതേസമയം തെക്ക് പടിഞ്ഞാറൊക്കെ ആണെങ്കിൽ കുലം വരെ ഉണ്ടായില്ല. അതോടുകൂടി ആ എന്താ പറയാ ലീനിയേജ് അവിടെ കട്ടായി. മീൻസ് എന്ന് പറഞ്ഞാൽ അടുത്ത സന്തതി പരമ്പരകൾ വരില്ല. അപ്പൊ ജലം, നദി, ഇതൊക്കെ വളരെ സൂക്ഷിച്ചിട്ട് നമ്മൾ വാസ്തുവിൽ അപ്ലൈ ചെയ്യേണ്ട സ്ഥാനമാണ്. ഏത് ഭാഗത്താണ്, എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത്. ഈ അടുത്ത് ഒരു ഫുജേറയില് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ വിളിച്ചിരുന്നു അതായിട്ട്. അപ്പൊ നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ഇത് കൊണ്ടാണ്. അപ്പൊ അവിടെ നോക്കുമ്പോൾ ഉണ്ട് മകന്റെ പൊസിഷൻ വരേണ്ട സ്ഥലത്ത് അവിടെ ജലധാരകളാണ്. ആസ് എ റിസൾട്ട് അവരുടെ ആ ഒരു ഇതിന്റെ ഒരു പ്രോബ്ലം വന്നു. അത് വിളിച്ചു, രസമായിട്ടോ, അത് പോയിട്ട് ഇതായി, റിസൾട്ടും വന്നു. ഗുഡ്. അപ്പോൾ ആ പറയണത് എന്താണെന്ന് വെച്ചാൽ ഈ ജലം നമ്മൾ കളിക്കുമ്പോൾ നമ്മളെ സമ്പന്നനാക്കാൻ പറ്റൂ, അതുപോലെ തന്നെ നമ്മളെ താഴോട്ട് ഇറക്കാൻ പറ്റും. ഏത് പൊസിഷനിലാണ്, എങ്ങനെയാണെന്ന് സ്റ്റഡി ചെയ്തിട്ട് വേണം അതിനെ നമ്മൾ. അതെ അതെ. പിന്നെ ഈ മോഹൻലാലിന്റെ പല സിനിമകളും കാണുമ്പോൾ 4 കെട്ട്, അതിനകത്ത് ഈ വെള്ളം, അകത്ത് വെള്ളം വെക്കുന്ന ഒരു സംഭവം. അത് യഥാർത്ഥത്തിൽ അത് സിനിമക്കാർക്ക് മാത്രമല്ല പലരും അത് തെറ്റായിട്ടത് ചെയ്യുന്നുണ്ട്. എനിക്കറിയാവുന്നൊരു വീട്ടിൽ ഇതുപോലെ വീടിനകത്ത് ഒരു കുളം പോലെ വീടിനകത്ത് വെച്ചു. പക്ഷെ അവിടുത്തെ ഒരു ഇളയ പയ്യൻ ഒരു ബൈക്ക് ആക്സിഡന്റിൽ ദാരുണമായി മരിച്ചു. അപ്പൊ അതേപോലെ ഈ വിധി എന്ന് പറയുന്നതൊക്കെ നമുക്ക് പറഞ്ഞു കളയാമെങ്കിലും ഈ അകത്ത് ജലാശയങ്ങൾ സ്ഥാപിക്കുന്നതിന്റെ ഒരു ശാസ്ത്രം, അതുപോലെ തന്നെ അക്വേറിയങ്ങൾ, അതാണല്ലോ ജലത്തിന്റെ ഒരു സാന്നിധ്യമാണ്. അപ്പൊ ഇതിന്റെ രണ്ടിനെയും കൂടെ ഒരു വെരി ഗുഡ്. ഈ അക്വേറിയം ഇതൊക്കെ തന്നെ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ സമൃദ്ധി ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുക, നേരെ ഓപ്പോസിറ്റ് ആകാൻ ഉപയോഗിക്കുക. ബ്രഹ്മസ്ഥാനം എന്ന് പറയും. ബ്രഹ്മസ്ഥാനം എന്ന് പറഞ്ഞാൽ നടുവശം. അവിടെ ആകാശമാണ് തത്വം. അതുകൊണ്ടാണ് 4 കെട്ടൊക്കെ ഉണ്ടാകുമ്പോൾ നടുമുറ്റം ഒഴിച്ചു വിടുന്നത്. ഇപ്പൊ തമിഴ്നാട്ടിലാണ് തൊട്ടിക്കെട്ട് വീട് എന്ന് പറയും, രാജസ്ഥാനിലാണ് ഹവേലി എന്ന് പറയും. ഇതൊക്കെ നടുവശം ഓപ്പണിംഗ് ആയിരിക്കും. നമ്മളെവിടെ ആകുമ്പോൾ 4 കെട്ട്. അപ്പൊ 4 കെട്ട് ഭാഗത്ത് വരുന്നത് ആകാശ തത്വമാണ്. ഈ ആകാശ തത്വം എന്ന് പറഞ്ഞാൽ ശൂന്യതയാണ്. ഒരിക്കലും ജലം നിറയ്ക്കാൻ പാടില്ല. ജലം വന്നോ അസുഖങ്ങൾ വരും. അതുമാതിരി തന്നെ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഡോക്ടർക്ക് പൈസ കൊടുക്കേണ്ടി വരും. അത് മാത്രമല്ല ആ വീട്ടുകാരനൊരു സ്ഥിരത ഉണ്ടായില്ല. ജലത്തിനൊരു പ്രത്യേകതയുണ്ട്, എപ്പോഴും ഇങ്ങനെ ചലനമാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് ഉയരാൻ സഹായിക്കുന്ന ജലം തന്നെ ആ കുടുംബത്തിന് എന്താ പറയുക ദോഷമായിട്ട് വരാൻ അതാവും. അതുകൊണ്ടാണ് അങ്ങ് പറഞ്ഞ മാതിരി സന്തതികളൊക്കെ ഇതാകുക എന്നുള്ള വരുന്നത്. അതായത് ഈ ജലം നമ്മൾ കളിക്കുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു സാധനമാണ്. അതുകൊണ്ട് സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യും, അതുമാതിരി തന്നെ ഓപ്പോസിറ്റ് ആവുകയും ചെയ്യും. പിന്നെ ചന്ദന ലേപ സുഗന്ധം, അതിലൊക്കെ ഒരു കാവ്യാത്മകമായിട്ടും കാണാനുള്ള ഭംഗിക്കാണ് അത് നമ്മൾ സിനിമകളിലൊക്കെ അത് ഉപയോഗിക്കുന്നത്. പക്ഷെ അതുപോലെ റിയൽ ലൈഫിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയുള്ള കുട്ടിയാ, പക്ഷെ സ്വഭാവം ശരിയില്ലെങ്കിലോ. അതേമാതിരിയാണ്. കാണാനുള്ള ഭംഗി മാത്രമല്ല നമ്മളെ ലൈഫിൽ അതിൽ നിന്നൊരു ഇമ്പാക്റ്റ് ഉണ്ടാണ്. ഇപ്പൊ വാസ്തു ശരിയായിട്ട് അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ ഇമ്പാക്റ്റ് എന്താണ് അതാ നോക്കുക. ഇപ്പൊ ഒരു ആർക്കിടെക്ട് നോക്കുകയാണെങ്കിൽ കാണാനുള്ള ഭംഗി, പിന്നെ സ്പേസ് മാനേജ്മെന്റ്, ഇതാണ് അദ്ദേഹം നോക്കുക. കാണാൻ ഒരു എസ്തറ്റിക് ബ്യൂട്ടി ഉണ്ടാവണം, വേണം കേട്ടോ, നിർബന്ധമായിട്ട് വേണം. പിന്നെ സ്പേസ് മാനേജ്മെന്റ് മാക്സിമം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാന്ന്. നേരെ മറിച്ച് വാസ്തുക്കാരൻ നോക്കുക, അങ്ങനെ വന്നാൽ ആഫ്റ്റർ എഫക്റ്റ് എന്തായിരിക്കും, എങ്ങനെയാവും. ഇപ്പൊ വെള്ളം കൊടുക്കാൻ നല്ല ഭംഗിയാണ്, അപ്പൊ അവിടെ ഒരു വെള്ളം കിടക്കട്ടെ. ഇപ്പൊ അഗ്നികോളിലൊക്കെ വെള്ളം കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ആധാരം ബാങ്കിലായി പോകും, ഒരിക്കലും തിരിച്ചെടുക്കാനും പറ്റില്ല. എല്ലാം പറയാണ്. പിന്നെ ജീവിതകാലം മുഴുവൻ ഒരു വീടുണ്ടാക്കി ജീവിതകാലം മുഴുവൻ ഇത് ബാങ്ക് ലോൺ അടയ്ക്കലായി പോകും.
ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ വെള്ളം എന്ന് പറയുന്ന ഒരു പൈപ്പ് ആയാലും പോലും ഒരു വലിയ കുളമായാലും ഒക്കെ ഇതിനതാവും. ഇപ്പൊ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കണം, സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കുന്ന വളരെ രസകരമായിട്ടുള്ള, പക്ഷെ ഈ സ്വിമ്മിംഗ് പൂൾ എവിടെ വരണം എന്ന് നോക്കിയിട്ടില്ല എങ്കിൽ അതുകൊണ്ട് തന്നെ പണിയും കിട്ടും. ഇപ്പൊ കൃത്യമായിട്ടുള്ളതാണെങ്കിൽ നമുക്ക് അതിന് റിസൾട്ടും വരും. ഗുഡ്. ഞാൻ തന്നെ അറിഞ്ഞ കുറെ ആളുകളുണ്ട് കേട്ടോ. അപ്പൊ പറയുമ്പോ അവർക്ക് അതെന്തിനാ അങ്ങനെ, അതങ്ങനെയാ. അപ്പൊ അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അപ്പൊ അതിന്റെ സയന്റിഫിക് സൈഡ് ഒന്ന് നമ്മൾ സ്റ്റഡി ചെയ്യണം. സ്റ്റഡി ചെയ്തിട്ട് എന്താണെന്ന് പറയണം. ഇപ്പൊ ഇന്ന ആള് പറഞ്ഞു, ഇന്ന ബുക്ക് പറഞ്ഞു എന്നുള്ളതല്ല. ഇപ്പൊ അതിന് ഇമ്പാക്ട് എന്താണെന്നുള്ള നല്ല സ്റ്റഡി വേണം. അതിന്റെ സയന്റിഫിക് സൈഡ് എന്താണ്, ആ ഒരു ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാണ് നമുക്ക്. അപ്പോൾ അതുപോലെ ഈ വാസ്തുപുരുഷന്റെ ദൃഷ്ടി, അതിനെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ എന്താണ്? അതുപോലെ തന്നെ നമ്മുടെ ഭാഗ്യദിക്ക് എങ്ങനെ നമുക്ക് കണ്ടെത്താൻ പറ്റും? വണ്ടർഫുൾ. ഭാഗ്യദിക്ക്, ഭാഗ്യദിക്ക് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഇതാണോ എന്ന് തോന്നുന്നു. ഭാഗ്യദിക്ക് എന്നൊക്കെ പറയുന്നതൊക്കെ നമ്മളെ ഈ ഊർജത്തിന്റെ ഫ്ലോ അനുസരിച്ച്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു എങ്ങോട്ടേക്ക് മുകളിലെ വീടാണെന്ന് പറഞ്ഞു. ഞാൻ പറയും വടക്കോട്ടേക്കുള്ളതാണ് കൂടുതലെന്ന്. കാരണം എന്ന് പറഞ്ഞാൽ ഭാഗ്യം എന്ന് പറയുന്നതിൽ ഒന്ന് സമ്പത്ത് തന്നെയാണ്. സമ്പത്ത് ഉണ്ടാകുക എന്നുള്ളത് തന്നെയാണ് ഭാഗ്യം. ഭാഗ്യം എന്ന് പറഞ്ഞാൽ വാക്കിന്റെ അർത്ഥം എങ്ങനെയാ പോവുക, കാലാകാലങ്ങളിൽ ജീവിതത്തിൽ നടക്കേണ്ട ഓരോ ഇവന്റ്സും മാനിഫെസ്റ്റ് ചെയ്യണം. അതാണ് ഭാഗ്യം. ഇപ്പൊ അതാണ് കല്യാണം കഴിക്കേണ്ട പ്രായത്തിൽ തന്നെ കല്യാണം കഴിക്കണം, കുട്ടികൾ ഉണ്ടാകേണ്ട കാലത്ത് തന്നെ കുട്ടികൾ ഉണ്ടാകണം. കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുമ്പോൾ അതൊക്കെ വിട്ടിട്ട് വല്ല കാര്യമുണ്ടോ? കല്ലെടുത്ത് എറിയാൻ പറ്റുന്ന സമയത്ത് കല്ല് കിട്ടണം, അതാണ് ഭാഗ്യം. ആ സമയം അൺടൈംലി ആയാൽ അത് ഭാഗ്യമല്ല, പിന്നെ കാര്യമില്ല, നമുക്ക് വെറുതെ നോക്കിയിരിക്കാനേ പറ്റുള്ളൂ. അതാണ് ഇഷ്ടമാതിരി വെള്ളമുണ്ട്, പക്ഷെ കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളമില്ല. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ വെള്ളമാണ് സമൃദ്ധി, പക്ഷെ കുടിക്കണ്ടേ? കവിതയിൽ പറയും പോലെ വാട്ടർ വാട്ടർ എവരിവെയർ ഡ്രോപ്പ് ടു ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ അതേമാതിരി അവസ്ഥ. ആ അവസ്ഥ അതാണ് ഭാഗ്യക്കേട് എന്ന് പറയുക. ഇപ്പൊ ഭാഗ്യം എന്ന് പറഞ്ഞാൽ അത് നമ്മള് ഒന്ന് അത് ഉണ്ടാകുക, രണ്ട് അത് അനുഭവിക്കുക, അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാകുക എന്നുള്ളതാണ് അതിന്റെ ഭാഗ്യം. അപ്പൊ അതിനാണ് ഈ വാസ്തുവിൽ ഓരോരോ, യഥാർത്ഥത്തില് വാസ്തുവിന്റെ വേറൊരു പേര് ഇവന്റോളജി എന്നാണ്. ഇവന്റോളജി എന്ന് പറഞ്ഞാൽ ഇവന്റ് മാനിഫെസ്റ്റേഷൻ. യഥാർത്ഥത്തിൽ നമ്മൾ ഈ യൂറോപ്യൻസ് ഒക്കെ പറയുന്ന സീക്രറ്റിലൊക്കെ പറയുന്ന ഒരു ഇവന്റ്, അതുമാതിരി ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറയുന്ന, യഥാർത്ഥം നമ്മളെ ഇന്ത്യയിൽ അതൊക്കെ പണ്ടേ ഉണ്ട്. അത് ഈ ഭാഗ്യത്തിനെ അട്രാക്ട് ചെയ്യാനാണ് വാസ്തുശാസ്ത്രം ഉപയോഗിക്കുന്നത്. അപ്പൊ ഭാഗ്യമുള്ള ദിശ, അപ്പൊ വടക്കുന്നാണോ നമുക്ക് കൂടുതലായിട്ട് ബിസിനസ് ഒക്കെ പ്രോഗ്രസ് ചെയ്യുന്നുണ്ടാവും. അതേ സമയത്ത് തെക്കോട്ടേക്കാണോ കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. എല്ലാവരും ജീവിച്ചു പോകും കേട്ടോ, പക്ഷെ ജീവിച്ചു പോകലല്ല, സമൃദ്ധിയിൽ ജീവിക്കുക എന്നാണ് വാസ്തു ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ വീടിനകത്ത് അക്വേറിയം എവിടെയാണ് വച്ചു കൂടാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒന്ന് ജലം വടക്ക് നമുക്ക് ഒരുപാട് സമ്പത്ത് ഉണ്ടാക്കും. അതേ സമയത്ത് അഗ്നികോൺ എന്ന് പറയും. അഗ്നികോണിൽ ജലം വന്നാൽ എന്താവും, അഗ്നി അണഞ്ഞു പോകും. അതോടുകൂടി എന്താണ് വെച്ചാൽ ആധാരം ബാങ്കിലാവും. അതാണ് ഇതിന്റെ പ്രധാന. ഇപ്പൊ കേരളത്തിലുള്ള എല്ലാവരും ഇപ്പൊ ലോൺ എടുക്കാണ്ട് ഇപ്പൊ വീടുണ്ടാക്കാൻ പറ്റൂല, പക്ഷെ വെറുതെ ആ വീട്ടിലൊന്ന് പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അവിടെ അഗ്നികോണിൽ ഒരു ടാപ്പെങ്കിലും ഉണ്ടാവും. ഇനി അഗ്നികോണിലാണ് ശരിക്കും അഗ്നി തെളിയേണ്ടത്. അതായത് യഥാർത്ഥത്തിലുള്ള അടുക്കളയുടെ പൊസിഷൻ ശരിക്കും അഗ്നികോണാണ്. അതുകൊണ്ടാണ് നമ്മൾ ഊട്ടുപൊരിയും ഇതൊക്കെ വേണ്ടില്ല, തിടപ്പള്ളിയൊക്കെ ഇതിൽ വരുന്നത്. പക്ഷെ നമ്മളെ കേരളത്തിലെ എല്ലാ വീട്ടിലും കിണറുണ്ടാവുകയാണ്. അപ്പൊ കിണറിന് വെള്ളം എടുക്കാനുള്ള സൗകര്യത്തിനാണ് കേരളത്തിലെ വടക്ക് കിഴക്കിലേക്ക് അടുക്കള വന്നത്. ഇനിയിപ്പോ കുറച്ചുകൂടി സമ്പന്നനാണോ, കഴിയുന്ന അടുക്കളയിൽ തന്നെ കോരാൻ പറ്റുന്ന ആണ്. ഇതിന് റീസൺ എന്താണെന്ന് വെച്ചാൽ കിണറിന് വെള്ളം എടുക്കുക എന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ അതെല്ലാം നശിച്ചും പോയിട്ടുണ്ടല്ലേ? അതാണ് അതുകൊണ്ടാണ് കേരളത്തിൽ ആദ്യം നിലനിൽക്കാത്തത്. ഇപ്പൊ പണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കാരണവന്മാര് മുന്നിലിരിക്കും. അപ്പൊ അഗ്നികോണിൽ കൊണ്ടുപോയിട്ട് അടുക്കള വെച്ച് കഴിഞ്ഞാൽ ഈ കിണറിന്ന് വെള്ളം എടുത്തിട്ട് ഈ കാരണവന്മാരെ മുന്നിൽ കൂടെ അപ്പുറം കൊണ്ടുപോകണം. അപ്പൊ അതൊരു അശ്രീകരം എന്നാ പറയുക. അപ്പൊ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ വടക്ക് കിഴക്ക് തന്നെ അത് കിണർ വരുമ്പോ അതിന്റെ അടുത്ത് തന്നെ അടുക്കളയാണ്. പിന്നെ മൺസൂണിന്റെ ഇതൊക്കെ പാടില്ല. ആ കാലഘട്ടം അങ്ങനെയായിരുന്നു. ഇപ്പൊ 4 കെട്ടിൽ അടുക്കളയുണ്ടോ? അല്ലേ, 5-ാം പോരാന്ന് പറഞ്ഞ് വേറെ തന്നെ ക്രിയേറ്റ് ചെയ്യുക. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ഈ വടക്ക് കിഴക്ക് മൂല എന്ന് പറയുന്നത് ജലമാണ് അവിടുത്തെ തത്വം. അതുകൊണ്ടാണ് അവിടെ കിണർ വരുന്നത്. അപ്പൊ അവിടെ കൊണ്ടുപോയിട്ട് തീ വെച്ചാലോ, വാസ്തുപുരുഷന്റെ തലഭാഗമാണ് അവിടെ വരിക. അപ്പോഴെന്താ, തല ചൂട് പിടിക്കും. ഇപ്പൊ 2 അവസ്ഥയാ വരിക കേരളക്കാരൻ്റെ. അത് ഒന്നെങ്കിൽ കേരളത്തിലെ പാമ്പുകളായി മാറും, അതായത് പറഞ്ഞാൽ അങ്ങനെയുള്ള ആക്ടിവിറ്റീസിലേക്കൊക്കെയോ, അല്ലെങ്കിൽ വിദേശത്ത് പോകും. കാരണം ഇവിടുന്ന് ചൂട് പിടിച്ചിട്ട് വേഗം ഇവിടുന്ന് രക്ഷപ്പെടും. ഈ 2 അവസ്ഥകളാണ് മലയാളിക്ക്
വരുന്നത്. ഇതെന്തുകൊണ്ടാണ് വെച്ചാൽ ഒരു കാരണം വടക്ക് കിഴക്കുള്ള അടുക്കള തന്നെയാണ്. അപ്പോൾ ഈ ഊർജ്ജത്തിൻ്റെ കാര്യം നമ്മൾ കുറച്ച് സമയമായിട്ട് പറയുമ്പോൾ ഇടയ്ക്ക് അലക്സാണ്ടർ ജേക്കബ് സാർ ഒരു പ്രസ്താവന നടത്തിയത് ഭയങ്കരമായിട്ട് വിവാദമായിരുന്നു. അതായത് വിദ്യാർത്ഥികൾ പഠിക്കുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞെന്ന് പഠിക്കണം. അപ്പോൾ അതിൻ്റെ അത് ശരിക്കും അത് തന്നെയാണോ, ആ ദിക്ക് തന്നെയാണോ? തീർച്ചയായും അദ്ദേഹം വളരെയധികം പഠനം നടത്തി പറയുന്ന ആളായിട്ട് എനിക്ക് വളരെ ബഹുമാനമുള്ള അതെ തീർച്ചയായും. അതായത് എന്ന് പറഞ്ഞാൽ രണ്ട് കൺസെപ്റ്റ്. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഭൂമിയുടെ ചലനം. ഭൂമി ചേരുന്ന വടക്ക് കിഴക്ക് ദിശയിലേക്ക് 29.8 km/s പോവുക. അപ്പൊ എവറി ആക്ഷൻ ദർ ഈസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അപ്പൊ റിയാക്ഷൻ ആയിട്ട് വടക്കുന്നും കിഴക്കുന്നും ഊർജ്ജം വരും. അപ്പൊ ഒരു വിദ്യാർത്ഥി ഇരിക്കുമ്പോൾ ആ ഊർജ്ജത്തിനെ ഉൾക്കൊള്ളുന്ന തരത്തിൽ വടക്കോട്ടോ കിഴക്കോട്ടോ ആകാം. വടക്ക് ഭാഗത്തേക്കാകാം അല്ലെങ്കിൽ കിഴക്കോട്ടേക്കാകാം. തിയറി കംപ്ലീറ്റ് ആയിട്ടില്ല. അതാണ് എന്താ പറയാ മുറിവൈദ്യ ആളെ കൊല്ലുമെന്ന് പറയുന്നത്. കിഴക്കോട്ടേക്ക് ആണെന്ന് വെച്ചിട്ട് ആ കിഴക്ക് മതിലിന്റെ അടുത്ത് പോയിട്ട് അവിടെ പോയിട്ട് ഇരിക്കരുത്. കാരണം അപ്പൊ ബ്രീത്തിങ് സ്പേസ് ഉണ്ടായില്ല. കിഴക്കോട്ടേക്കാണോ ഇരിക്കണത് പടിഞ്ഞാറ് ചുമരിന് ചാരി ഇരിക്കണം. അപ്പോഴാണ് ബ്രീത്തിങ് സ്പേസ് വരിക. അപ്പൊ സ്വാഭാവികമായിട്ട് ആ കുട്ടി പഠിക്കും. അതായത് ഈ മതിലിനോട് ചേർന്ന് അല്ലെങ്കിൽ ഭിത്തിയോട് ചേർന്ന് പോയിരിക്കാൻ പാടില്ല. ഭിത്തിയോട് ചേർന്നിരുന്നാൽ ബ്രീത്തിങ് സ്പേസ് ഇല്ല, പിന്നെ ഡിജക്ഷൻ ഫേസ് ആകൂല. അപ്പൊ എന്താണെന്ന് വെച്ചാൽ കുട്ടി വേഗത്തിൽ ഒന്ന് ബ്ലക്കളാക്കിട്ട് എണിച്ചു പോകും. ഇപ്പോൾ പൈസക്കാരനാണ്, സമ്പന്നനാണ്, അപ്പൊ മോൻ ഒരു സ്റ്റഡി ടേബിൾ വേണം, മുന്നിൽ തന്നെ ബുക്ക് വെക്കാനുള്ള സംവിധാനം റോങ് ആണത്. വിദ്യാർത്ഥികളുടെ മുറിയിൽ ഒരു 4 പേർ കിടക്കാനുള്ള കട്ടിലാണ് ആദ്യമേ പണിതിടുന്നത്. പഠിക്കാനുള്ളത് ഒരു ചെറിയൊരു കൊച്ച് കൊടുക്കുക. അതാണ് പ്രശ്നം. ആണ് അതിനൊരു സാധനം ബുക്ക് വെക്കാനുള്ളത്. അത് ഈ ബ്രീത്തിങ് സ്പേസ് കട്ട് ചെയ്യുക. ഈ പഠനം എന്ന് പറയുന്ന ഒരു കെമിക്കൽ ആക്ഷൻ. അതായത് ഇന്നത് പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ ഉള്ളിൽ നടക്കുന്ന ഒരു കെമിക്കൽ ആക്ഷനാണ്. അപ്പൊ ആ കെമിക്കൽ ആക്ഷൻ നടക്കണോ നന്നായിട്ട് ഓക്സിജൻ സപ്ലൈ ഒക്കെ വേണം. അപ്പൊ ഈ കിടന്നുറങ്ങുന്ന മുറിയിൽ തന്നെ ഇരുന്ന് പഠിക്കുന്നത് ശരിയാണോ? ആദ്യം പഠിത്താവും പിന്നെ ഓർക്കാവും. അപ്പൊ ആദ്യം കിടക്കലിരുന്ന് നെഗറ്റീവ് എനർജി ഉണ്ടാവുമെന്ന് സാധാരണ പറയാറുണ്ടല്ലോ. അല്ല, അതുകൊണ്ടല്ല. അത് ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളതില് ഓരോരോ റൂം തന്നെ കൊടുക്കുന്നത് ഓരോ ഫങ്ഷനാണ്. കിടക്കാനുള്ള റൂം എന്ന് പറഞ്ഞാൽ ബോഡി റെസ്റ്റ് ചെയ്യല, ശാന്തമാക്കല, അത് റീജുവനേഷനുള്ള സ്ഥലമാണ്. ഞാൻ വെച്ചാൽ പഠനം എന്ന് പറയുന്നത് നല്ല ഉണർവോട് കൂടി ചെയ്യേണ്ടത്. അപ്പോൾ വടക്ക് കിഴക്ക്, അതായത് നോർത്ത് ഈസ്റ്റ് സൈഡിലേക്കാണ് പഠനമുറി നല്ലത്. അപ്പോൾ എന്താ വെച്ചാൽ അവിടെ കിഴക്കോട്ടേക്ക് തിരിഞ്ഞു നിന്ന് പഠിക്കുകയാണോ പടിഞ്ഞാറ് ചുമരിന് ചാരി ഇരിക്കുകയാണോ സംഭവം ഒക്കെ ഇരിക്കും. അതേ സമയത്ത് വടക്കോട്ടേക്കാണോ തിരിഞ്ഞിരിക്കുന്നത് തെക്ക് ചുമരിന് ചാരി ഇരിക്കണം. അപ്പോഴാണ് ബ്രീത്തിങ് സ്പേസ് വരിക. അങ്ങനെയാണ് എളുപ്പത്തിൽ മനസ്സിലാവും. ഇല്ലെങ്കിൽ കുട്ടികൾ ഇങ്ങനെ ഒന്നും ആക്കുമോ അവർ ഓടിക്കോളും. പക്ഷെ അവർ ഓടുമ്പോൾ വിചാരിക്കും അവനിരുന്ന് പഠിക്കണില്ല എന്ന്. അവന്റെ കുറ്റമല്ല അത്. കാരണം അവന് അവസാനം അവൻ പോയിട്ട് കിടക്കയിലിരുന്ന് പഠിക്കും. കാരണം കിടക്കയിലിരുന്ന് പഠിക്കുമ്പോൾ അവന് ബ്രീത്തിങ് സ്പേസ് കിട്ടുന്നുണ്ട്. പക്ഷെ അത് കുറച്ച് കഴിഞ്ഞാൽ പഠിത്താവും, കുറച്ച് കഴിഞ്ഞാൽ കിടന്ന് പഠിക്കലാവും, കുറച്ച് കഴിഞ്ഞാൽ ഉറങ്ങി പഠിക്കലാവും. അല്ല, ഇതെന്തുകൊണ്ട് അതായത് പറയുന്നത് ഓരോരോ ഇത് നമ്മൾ വെറുതെ ഉണ്ടാക്കാന്നല്ല, അതിന് സയൻസ് എന്താണ്. അത് നമ്മൾ പഠനം നടത്തി അതിന് ഉപയോഗപ്പെടുത്തുമ്പോൾ നമുക്ക് പക്കാ റിസൾട്ട് വരും. എനിക്കിത് വളരെ ഇഷ്ടമാണ് കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളുടെ ഒരു കാര്യത്തിൽ നമ്മളെല്ലാവരും കുട്ടികളെ അത് എഡ്യൂക്കേറ്റ് ചെയ്യിക്കേണ്ടത് തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഇതൊരു ആക്ഷനാണ്. പിന്നെ എല്ലാ ദിവസവും നമ്മൾ ഉറങ്ങുന്നുണ്ട്, എല്ലാ ദിവസവും എഴുന്നേൽക്കുന്നുണ്ട്, ഇത്ര മണിക്കൂർ നമ്മൾ ഡെഡാണ്, ഇതൊക്കെ സത്യമാണ് പോലും നമ്മളാരും അംഗീകരിക്കില്ല. അല്ല, നമ്മുടെ അക്കാഡമിക്സിൽ ചെറുതിലെ ഭൂമിയുടെ അടിയിലുള്ള മർദ്ദം, മറ്റത് പിന്നെ വെളിയിലുള്ളത് സാധനങ്ങളെല്ലാം പഠിപ്പിക്കുന്നു. പക്ഷെ നമ്മുടെ മുറിക്കകത്തുള്ള ഊർജ്ജത്തെ എങ്ങനെ ബാലൻസ് ചെയ്യാന്നുള്ള പഠിപ്പിക്കുന്നില്ല. അതാണ് ഇപ്പോഴത്തെ മുറികൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ സാധനം കൂട്ടിയിട്ടിട്ടുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് 2 സാധനം ഇങ്ങനെ കിടക്കൽ കിടക്കും. അല്ല, അപ്പൊ അവിടുത്തെ ഊർജ്ജം എന്തായി, ആകെ കൺജസ്റ്റഡ് ആയി, ആകെ സ്റ്റെറൈൽ ആകാണ്. അപ്പൊ ഈ സ്വാഭാവികമായിട്ട് ആ വ്യക്തിക്കും അങ്ങനെയുള്ള